ഹലോ ഗൈസ്, സ്വാഗതം. കോമഡി എന്നൊക്കെ പറഞ്ഞാൽ ഇതിനപ്പുറം കോമഡി ഇല്ല. സ്വന്തം കാമുകിയുടെ വീട്ടുകാരെ എക്സ്പ്രസ് ചെയ്ത് മകളെ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് കെട്ടിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രവർത്തിച്ചത് കാമുകി അങ്ങ് ചെറുതായിട്ട് വണ്ടി ഇടിപ്പിച്ചു. ശേഷം കാമുകിയുടെ വലത്തെ കൈ അങ്ങ് ഒടിഞ്ഞു. ഇതിന് കിട്ടിയ പ്രതിഫലം ലോലനായ കാമുകന്റെ പേര് രഞ്ജിത്ത്, കൂടെ സുഹൃത്ത് അഫ്സല്. മനഃപൂർവ്വം വണ്ടി ഇടിപ്പിച്ച് പരിക്കേൽപ്പിച്ചതിന് ഇവർക്ക് കിട്ടിയ പ്രതിഫലം നരഹത്യ കേസിൽ രണ്ടു കൂടി ജയിലിൽ കിടപ്പുണ്ട്. നമുക്കതിന്റെ വിശദമായിട്ടുള്ള വാർത്ത, അതിന്റെ ന്യൂസ് തന്നെ കേട്ടു നോക്കാം. 2025 ഏറ്റവും വലിയ മണ്ടന്മാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അജാസിന്റെ സുഹൃത്ത് രഞ്ജിത്തുമാണെന്ന് പറയേണ്ടി വരും എന്നുള്ള ട്രോളുകൾ ഇതിനോടകം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ട്രോളാണെങ്കിലും അതിനകത്ത് ചില നർമ്മമൊക്കെ ഉണ്ടെങ്കിലും അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഡിസംബർ മാസം 23-ാം തീയതി വൈകിട്ട് 5:30 കോന്നി സ്വദേശിയായിട്ടുള്ള യുവതി അടൂരിലെ ഒരു കോച്ചിങ് സെന്ററിൽ നിന്ന് പോയി അവിടുന്ന് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വന്നത്. അപ്പോൾ സ്കൂട്ടറിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ അജാസ് ഈ സുഹൃത്തും അജാസും ഈ പറയുന്ന രഞ്ജിത്തും, അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാമുകന് ഈ പെൺകുട്ടിയും ഈ സുഹൃത്തും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ കാമുകൻ തന്റെ സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അപകട നാടകമാണ് സൃഷ്ടിച്ചത്. നമുക്ക് അതിന്റെ CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ പെൺകുട്ടി ബൈക്കിൽ പോകുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സുഹൃത്ത്, കാമുകന്റെ മറ്റൊരു സുഹൃത്ത് ഈ പെൺകുട്ടിക്ക് പിന്നാലെ ബൈക്കിൽ പോകുന്ന പെൺകുട്ടിക്ക് തൊട്ട് പിന്നാലെ കാറിൽ പോകുന്നു. ഈ കാറിൽ പോയതിന് പിന്നാലെ ഈ ഭാഗത്ത് വെച്ച് നമ്മൾ CCTV ദൃശ്യങ്ങൾ കാണാം. ഞാൻ നിൽക്കുന്നത് ഈ അപകടമുണ്ടാക്കിയ സ്ഥലത്താണ്. ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഈ പെൺകുട്ടി ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ തൊട്ട് പിന്നാലെ കാറിൽ വന്ന് ആ പെൺകുട്ടിയെ ഇടിച്ചിരുന്നു. അതിനുശേഷം വാഹനം നിർത്താതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ വന്ന ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് രഞ്ജിത്ത് രാജൻ തൊട്ട് പിന്നാലെ വരികയും ഈ പെൺകുട്ടിയെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അപകട നാടകം, അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു. അതായത് താൻ പെൺകുട്ടിയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് കൂടിയുന്ന നാട്ടുകാരെ എല്ലാം കബളിപ്പിച്ച് ഈ പെൺകുട്ടിയെ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനു പിന്നാലെ പോലീസ് ഈ സംഭവം അന്വേഷിക്കുന്നു. പോലീസ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഒരു അപകടം നടന്നിട്ടുണ്ട്, ആ അപകടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI-മാരുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടക്കുകയായിരുന്നു. സമീപത്തെ CCTV അടക്കം ശേഖരിച്ചു. അപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ അപകടം നടന്ന തൊട്ട് പിന്നാലെ എങ്ങനെ ഈ പെൺകുട്ടി ഭർത്താവ് എന്ന് പറഞ്ഞയാൾ ഇവിടേക്ക് വന്നു? നമുക്ക് ഒരു ചേച്ചിയുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ഈ അപകടം നടന്ന സ്ഥലത്ത്, ഈ അപകടം നടന്ന അതേ സംഭവത്ത് തന്നെ ഇത് നടന്നപ്പോൾ ചില സംശയങ്ങളൊക്കെ. എന്ത് പാഴാണല്ലേ! കല്യാണം ആലോചിക്കണേൽ തന്റേടമായിട്ട് വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിക്കണം. ഇതിങ്ങനത്തെ പിറപ്പൊന്നും കാണിച്ചിട്ടല്ല. ഒരു സ്വന്തം കാമുകിയെ, ലൈഫ് പാർട്ണറിനെ ഉപദ്രവിച്ചിട്ടല്ല നീ നേടിയെടുക്കേണ്ടത് ഒന്നും. എന്ത് വൃത്തികേടാ ഇത്! നിന്റെ നൻപനില്ലേ, നൻപൻ, ആ അഫ്സല്, ആ സുഹൃത്തിന്റെ ബുദ്ധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നൻപന്മാരെപ്പോഴും ചതിക്കൂന്നല്ലേ നമ്മളെല്ലാവരും ചൊല്ല്, നമ്മളെപ്പോഴും കൂടെ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ നൻപന്മാരെല്ലാം ചതിയെന്നല്ലേ നമ്മൾ പറയാറുള്ളൂ. എനിക്ക് തോന്നുന്നു അഫ്സലിന്റെ ബുദ്ധിയാണെന്നാ. ഇനി ഇവന്മാർ വേറെ ഒരു ബുദ്ധി കൊണ്ടുവരുന്ന മുന്നേ ആ കാമുകി വേറെ ഏതെങ്കിലും ഒരു കല്യാണം കഴിച്ച് പോകുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിലും ഇതിന് നമ്മൾ പറയാറുണ്ട്, ഇത് ശരിക്കും കോമഡിയാണ്, ശരിയാണ്. പക്ഷെ ഇതിന്റെ വേറൊരു സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ ആ പരിക്കേറ്റ ആ സ്ത്രീ, ആ കോമഡി അല്ലല്ലോ, ആ കാമുകി പരിക്കേറ്റത് എത്രയും പെട്ടെന്ന് സൗഖ്യപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ വലിയ സീരിയസ്നെസ് അവിടെയാണ് കിടക്കുന്നത്. ഇത് വണ്ടി ഇടിച്ച് ആ കൊച്ചു തല തട്ടി എന്തെങ്കിലും വലിയ അപകടത്തിലോട്ട് വരാതെ ഇരുന്നത് ഭാഗ്യം. അല്ലെങ്കിൽ എന്തായനെ സംഭവം? ഇമാർക്ക് പിന്നെ പുറലോകം കാണാൻ പറ്റാത്ത അവസ്ഥയായനെ. ഇത് ഇപ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. എന്തായാലും കണ്ടറിയാം. എനിക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഏറ്റവും പൊന്നു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സീ യു സൂൺ ഗൈസ്, ബൈ.